നമസ്കാരം. സൗഹൃദങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ സിനിമ. ഒരു കുഞ്ഞു പടത്തിലേക്ക് രമേശ് എന്നെ വിളിക്കുകയാണ്. ഒരു 3 വർഷം മുമ്പ് അല്ലേ, 3 വർഷം മുമ്പ് 2023 ഒക്ടോബറിലാണ് ഇതിൻ്റെ ഷോർട്ട് ഫിലിം എന്ന രീതിയിലാണ് തുടങ്ങിയത്. 12 മിനിറ്റുള്ളൊരു ഷോർട്ട് ഫിലിമിലേക്ക് എന്ന് പറഞ്ഞാണ് വിളിച്ചത്. 2 ദിവസത്തെ ഷൂട്ട് എന്നും പറഞ്ഞ് അവിടുന്ന് തുടങ്ങിയ യാത്രയാണ്. പക്ഷേ രമേശിൻ്റെ സ്വപ്നങ്ങൾ ഞങ്ങൾ ഒരുപാട് സംസാരിക്കാറുണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് സിനിമകളെക്കുറിച്ച് ഒരുപാട് ഡിസ്കഷൻസ് ചെയ്യാറുള്ള സുഹൃത്തുക്കളായിരുന്നു ഞങ്ങൾ. അപ്പോൾ അങ്ങനെ വിളിക്കുമ്പോൾ അതിൽ ചെല്ലാതിരിക്കാനും നമുക്ക് പറ്റില്ല. അങ്ങനെ ചെന്ന് 2 ദിവസം അഭിനയിച്ച് ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞു പോകുന്നതാണ്. പിന്നീട് അവിടെ നിന്ന് കാണുന്നത് ആ സിനിമയുടെ വളർച്ചയാണ്. അന്ന് കിട്ടിയ സൗഹൃദങ്ങളാണ് ജെറിയും അമ്മയും പിന്നെ ആശയൊക്കെ. പിന്നെ ആ സിനിമ പടർന്ന് പന്തലിച്ചു, പൂത്തുലഞ്ഞ് പ്രണയത്തിൻ്റെ എല്ലാവിധ ഭാവങ്ങളോടും കൂടി പ്രേക്ഷകരിലെടുത്തുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണിത്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ കണ്ട് വിജയിപ്പിക്കണം. അതാണ് ഒരു സംവിധായകന്, ഒരു പുതുമുഖ സംവിധായകൻ്റെ എല്ലാ പ്രശ്നങ്ങളോടും മാനസികാവസ്ഥയിലുമാണ് രമേശ് ഇവിടെ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. ഇന്നലെ തൊട്ട് ഞാൻ കേൾക്കുന്നതാണത്. ഇന്നലെ ഇതിൻ്റെ ഇൻ്റർവ്യൂസ് കൊടുക്കുമ്പോഴെല്ലാം പറയും എൻ്റെ തലയിൽ കൂടെ വണ്ടി ഓടുകയാണ്, അതുപോലെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞ്. ആ അവസ്ഥ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ റിട്ടേൺ എന്ന് പറയുന്നത് അത് കണ്ട് വിജയിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം എല്ലാവരുടെയും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുകയും വേണം. അത് കണ്ടാൽ മാത്രം പോരെ, നല്ലതാണെങ്കിൽ നിങ്ങളത് പറയുക കൂടെ വേണം. അതാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ റിട്ടേൺ എന്ന് പറയുന്നത്. എല്ലാവർക്കും നമ്മുടെ ടീമിന് എല്ലാവിധ ആശംസകളും. നല്ല വിജയമാവട്ടെ. ജെറി, ആശ, രമേശ്. താങ്ക് യു.